ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ശരിക്കും പറഞ്ഞൊരു ക്വാറൻറ്റൈൻ കഴിഞ്ഞ് ഒരു ഫീലായിരുന്നു ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ വയ്യായിരുന്നു എന്ന്. ഇവിടെ വൈറൽ ഫീവർ വന്നിരുന്നു ഖത്തറിൽ. അത് ഒരാഴ്ചത്തോളം നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു. കാരണം ഐബൂനും ആദ്യം ചുമ പനി സംഭവങ്ങളൊക്കെ വന്ന് ഒരു 4-5 ദിവസം വയ്യാണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇക്കാക്ക് കിട്ടി. ഇക്കാക്കും വയ്യാണ്ട് 2 ദിവസം മെഡിക്കൽ ലീവൊക്കെ ആയിരുന്നു. ഭാഗ്യത്തിന് എന്തോ ഇതിന് ഇക്ക് വന്നില്ല. ഇക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം ഇക്ക് വന്നു കഴിഞ്ഞാലേ മോന് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണത്. അവൻ വയ്യാണ്ടാവുമ്പോൾ നമ്മളെ എൻ്റെ ഒരു ഡിപ്പെൻഡ് ആയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്കൂടെ വയ്യാണ്ട് അവൻ്റെ കാര്യം എല്ലാം കൂടി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇക്ക് വരാണ്ട് അങ്ങോട്ട് അത് കഴിഞ്ഞു. അപ്പോൾ വൈറലായതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല കേട്ടോ. കാരണം അത് ബാക്കിയുള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഒരു 8 ദിവസത്തോളം വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഇന്നപ്പോൾ ഈ വീഡിയോ എടുക്കണം എന്നാന്ന് ഇന്നലെ കംപ്ലീറ്റ്ലി ഓക്കെ ആയി. ഇന്നാണ് ഇപ്പോൾ ഏകദേശം ഇന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഉച്ചയൊക്കെ നേരെ അയക്കണേ. ഞാൻ എന്താ തുണികൾ കുറച്ചൊക്കെ മടക്കിയേക്കാണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കിയെടുത്തുകൊണ്ടിരിക്കുകയെ. ഇപ്പോൾ വയ്യാണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒക്കെ പെൻഡിങ്ങിൽ കിടക്കുകയായിരുന്നു. അവനെ കാര്യങ്ങളൊക്കെ നോക്കണോണ്ട്. അപ്പോൾ തുണികളൊക്കെ അത്യാവശ്യത്തിലധികം മടക്കിയേക്കാണ്ടിരുന്നു. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഒക്കെ അത് മടക്കി വെച്ചുകൊണ്ടിരിക്കും. ഇനി വേണം ഉച്ചക്കത്തെ പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു മരുന്നുകൾ. കട്ട 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 കട്ടാ. നാട്ടിൽ നിന്ന് കുറച്ച് മരുന്നുകൾ കൊടുന്നിട്ടാണ് കണ്ടത് ഐബുവിൻ്റെ. പിന്നെ കഫം കെട്ടൊക്കെ മാറാണ്ടായപ്പോൾ നമ്മൾ ഇവിടെ എൽത്തുകാരുള്ളതുകൊണ്ട് സുഖമായിട്ട് എൽത്തിൽ പോയി കാണിച്ചാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇക്കാക്കും എൽത്തിൽ തന്നെ കാണിച്ച ഐബുവിന് അതിൻ്റെ മരുന്നുകളായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൽത്തുകാരില്ലാത്തവർ എത്രയും പെട്ടെന്ന് എടുക്കുക. അതാകുമ്പോൾ നമുക്ക് വേഗം പോയി കാണിക്കുക. പ്രൈവറ്റിൽ കാണിക്കുക എന്നുള്ള അത്ര പോസിബിൾ കാര്യമില്ലല്ലോ. മരുന്നിനായാലും എന്തിനായാലും നല്ല പൈസവും. ഇപ്പോൾ എൽത്തുകാരുള്ളതുകൊണ്ട് അങ്ങനെ അത് കഴിക്കലായി. അപ്പോൾ അതാ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടെ. ഞാൻ കുറേ ദിവസമായിട്ട് തട്ടിമുട്ടിയായിരുന്നു. കാരണം ഇക്കാക്കും വായക്കൊരു സുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാനും മാത്രമായിട്ട് ഇക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ തട്ടിമുട്ടിയിട്ടായിരുന്നു ഫുഡുകളൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും ചോറും കറി ഉപ്പേരി വിഭവസമൃദ്ധമായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിക്ക് പോയിട്ടാ. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക. നോക്കി ബീട്രൂട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഈ കട്ടിയമ്പോടിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കട്ടിയമ്പോട് ഒരുവിധം ഈ കഴുകി വെച്ചതിൻ്റെ ഈ മരങ്ങാകുമ്പോൾ ഇങ്ങനത്തെ കളറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബീട്രൂട്ടിൻ്റെ കളറ് വന്നാൽ അത് എത്ര കഴുകിയാലും പോവാത്ത അവസ്ഥയാണ്. അതിന് വല്ല ടിപ്പ് ഉണ്ടാവണാവോ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇറങ്ങി പറയട്ടെ. കുറേ വട്ടം കഴുകിയിട്ട് ആ കറപോളി ഇപ്പോഴും കറങ്ങനെ നിൽക്കണ അവസ്ഥ തന്നെ എപ്പോഴും കാണാറ്. ബീട്രൂട്ട് അതുകൊണ്ട് കരിയാൻ മടിയാണ് ഈ കട്ടിയമ്പോളിൽ വെച്ചിട്ട്. ഈ വുഡനാകുമ്പോൾ ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കല്ലേ ചെയ്യുക. എന്താ ഇപ്പോൾ ചെമ്മീൻ്റെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴുകി എടുത്തേക്കിട്ട് അന്നൊന്നും ചെമ്മീൻ അങ്ങനെ ഒന്നും വെറുതെ പൊടിച്ചിട്ടൊന്നും അത്ര തിന്നുണ്ടായിരുന്നില്ല ആരും. മോരുകറി ഉണ്ടാക്കണം അടുത്തത്. ഞാൻ മോരുകറിയിലുണ്ടല്ലേ ചുവന്നുള്ളി ഇടും, പെരിഞ്ചീരകം തേങ്ങയൊക്കെ കൂടി അരച്ചിട്ടാട്ടാ. ഇപ്രാവശ്യം ഇവിടെ കിട്ടിയ ചുവന്നുള്ളി നോക്ക് നല്ല കുഞ്ഞ് ചുവന്നുള്ളി തോന്നിയാൽ ഭയങ്കര പാടാ. അപ്പോൾ അതൊക്കെ കുറച്ച് തന്നെ ഇടുള്ളൂ. അപ്പോൾ അതൊക്കെ തോല് കളഞ്ഞിട്ട് തോലൊക്കെ കൊണ്ടുപോയി കളയട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്ര ദിവസം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടിരുന്നിട്ട് ഇപ്പോൾ പെരിഞ്ചീരകം മുഴുവൻ അങ്ങനെ മേടിച്ചുകൊണ്ട് പിന്നെ അതിട്ടത്.
ഇപ്പം നല്ല പേസ്റ്റൊക്കെ ആയി അരച്ചെടുത്തിൻ്റെ ഓരോരുത്തരും ഓരോ ടൈപ്പിൽ മോരുകറി ഉണ്ടാക്കുക. ചിലവരിങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇടുമല്ലോ, കുമ്പളങ്ങ അതൊക്കെ കഷ്ണങ്ങൾ ഇട്ടിട്ടുള്ള മോരുകറി വല്ലാണ്ട് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടുത്തെ തൈരാച്ചെങ്കിൽ വലിയ പുളിയില്ല, നാട്ടിലത്തെ തൈരിൻ്റെ അത്ര പുളിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ ഒരു കുറവൊക്കെ ഇവിടെ മോരുകറി ഉണ്ടാക്കുമ്പോൾ തോന്നാറുണ്ട്. അത്ര ടേസ്റ്റ് വരാറില്ല, പുളിയുള്ള തൈരല്ലല്ലോ ഇവിടുത്തെ. കട്ടത്തൈരായതുകൊണ്ടേ ഞാൻ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കട്ടാ. ഇവിടുത്തെ തൈരൊക്കെ ഭയങ്കര കട്ടി ഉണ്ടാവും, പുളി ഉണ്ടാവില്ല. അതാണ് ഈ തൈരിൻ്റെ ഇത്. അപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ട് ഇനി ഞാൻ അടുപ്പത്ത് വെക്കണാട്ടി മുമ്പ് തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നല്ല മിക്സ് ചെയ്തതിന് ശേഷം കേട്ടാ നമ്മൾ അടുപ്പത്തേക്ക് വെക്കാറുള്ളൂ. ഞാൻ അപ്പം ഞാൻ എപ്പോഴും ഉപ്പേരി വെക്കുമ്പോഴേ ശരിക്കും എളുപ്പപ്പണിക്ക് മറ്റേ ഉള്ളി ബീട്രൂട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ആക്കിയാൽ മതി. ചിക്കൻ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഉള്ളി ഒന്ന് ഇട്ട് വഴറ്റിയതിന് ശേഷം കേട്ടോ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് എല്ലാം എന്തായാലും ഇടുള്ളൂ. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള എല്ലാം കൂടി ഒരുമിച്ചിടുമ്പോൾ എന്തോ ഉള്ളി ഇത് ശരിക്കും വെന്ത് കിട്ടാത്ത പോലെ ഫീൽ തോന്നും. ഓരോരോ കസൊക്കെ തന്നെ. ഇനി വീഡിയോ കാണുന്നവർക്ക് അറിയട്ടെ, മിക്കപ്പോഴും ഇവിടെ ഈ ഉപ്പേരി ഇങ്ങനത്തെ ഉപ്പേരികൾ ക്യാരറ്റ് ബീട്രൂട്ട് വെണ്ടക്ക അതുപോലെ തന്നെ കറി മോര് രസം അങ്ങനെയൊക്കെ ഉണ്ടാവുക കേട്ടോ. ഇക്കാക്ക് പൊതുവെ ഇങ്ങനെ പച്ചക്കറികളോട് വലിയ താല്പര്യമില്ല. പിന്നെ ഇങ്ങനത്തെ ഉപ്പേരികളെ ഇഷ്ടം. പിന്നെ നമുക്ക് അങ്ങനെ നമ്മുടെ രണ്ടാളും ഇഷ്ടങ്ങളനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കുക ചെയ്യുക. എങ്ങടെ പോണേ? മേലക്ക മേലക്ക മേലെന്താ? അതൊക്കെ പോയി, ഇവിടുത്തെ ആൾക്കാർ പോയി മേലെ കയറി. ഈ കുറേ ദിവസമായില്ലേ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട്? എത്ര ദിവസമായി ഇപ്പോൾ പുറത്ത്? എന്തേ 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 സ്പീഡ് സ്പീഡ്. ചെരുപ്പിട്ടില്ല അല്ലേ? ഇത് ഞങ്ങളെ മേലെ കേട്ടോ. കുറേ ദിവസമായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ഒരാഴ്ചക്ക് മേലായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അയ്യോ കാറ്റുണ്ടാ? എന്താ സന്തോഷമായാ? അയ്യോ ഇങ്ങോട്ടൊക്കെ. ചെക്കനെ തുണികൾ കൊണ്ടിടാൻ പോയത്, എന്നാലും അവനക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു കൂട്ടിയിട്ട കിളികൾ പുറത്തേക്ക് ഇറങ്ങിയ അവസ്ഥ ഉണ്ടാവില്ല. കാരണം ഏകദേശം 7 ദിവസമായിട്ട് ഉള്ളിൽ തന്നെയാണ്. പാവമുണ്ട്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇടങ്ങാറാവില്ലേ. അപ്പോൾ നല്ല കാറ്റുണ്ട്, എന്നിട്ട് നല്ല ക്ലൈമറ്റും അല്ലേ. അപ്പോൾ ഞാനങ്ങനെ അവനായിട്ട് കുറച്ച് നേരം മേലൊക്കെ പോകാമല്ലോ വിചാരിച്ചിട്ട് അവനെയും കൂടി കൂട്ടിയതാ. പാവം അങ്ങനെ ഇരുന്നിട്ടേ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആവൂല. അവർ പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ കുട്ടികൾ. ഞാൻ തുണികളൊന്ന് കൊണ്ടിടാൻ വന്നതാ, തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല കാറ്റ്. ഏയ് ഹാപ്പിയായാ? പാട്ടുപാടെ. കാറ്റുണ്ടാ? നല്ല കാറ്റുണ്ടാ? വാ വാ. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പൊ ഉച്ചക്കല്ലേ, ഉച്ച കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. മിറ്റത്തേക്ക് ഇറങ്ങി കളിക്കാം കേട്ടോ. ഓക്കെ? ആ വയോ പോവാ. മിറ്റത്തേക്ക് ഇറങ്ങി കളിക്കാം, ഉച്ച കഴിഞ്ഞിട്ട് കളിക്കാം കേട്ടോ. ഓക്കെ? മേലൊക്കെ തുണികൾ കൊണ്ടിടാൻ പോയ ഗ്യാപ്പിൽ എന്തെടുത്ത് നിൽക്കണേ? ഒരു വാടിയൊക്കെ എടുത്ത് നിൽക്കണേ. മൂപ്പരാൾക്ക് മേലെ നിങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ല കേട്ടോ. അവിടെ ഇറങ്ങിയപ്പോഴേ കാറ്റൊക്കെ കൊണ്ട് പിന്നെ
പുറത്തേക്ക് ഇറങ്ങിയ രസമല്ല കളിക്കാൻ. ഇപ്പോൾ വടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നേക്ക് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഇറക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരു കൺവിൻസ് ചെയ്ത് എത്തുന്നുണ്ട്. ഞാൻ വടിയായിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിച്ചോളും. എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടിയാൽ ഇരുന്ന് കളിച്ചോളും. അതാണ് മൂപ്പരാൾ പണി. ഞാനിന്ന് മീനൊന്ന് വേറെ രീതിയിൽ പൊരിച്ച് വെക്കാൻ വിചാരിച്ചിട്ട് എന്നും ഒരേ മസാലയല്ലേ വിചാരിച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുക. അപ്പോൾ ചെമ്മീൻ പെരട്ടാക്കുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് സബോള ഒരു ഹാഫ് കഷ്ണം, തക്കാളി ഹാഫ് കഷ്ണം, വെളുത്തുള്ളി ഒരു 4-5 പിന്നെ നല്ല ജീരകവും കുരുമുളകും അത് വെറുതെ ഇടുക. പിന്നെ നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെമ്മീനിൽ പരട്ടിയിട്ടൊരു കുറച്ചൊരു അരമണിക്കൂറൊക്കെ വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണയിൽ അതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യേണ്ടിട്ടാ. അപ്പോൾ കുഴപ്പമൊന്നും ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കിയതാ കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ മസാല ഇങ്ങനെ കുറേ ഉള്ള പോലെ തോന്നുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ അതിന്മേൽ എല്ലാത്തുമ്പോൾ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രൈ പോലെ വരും കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ്. ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിട്ട് ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്തൊക്കെ ചെയ്യാം കേട്ടോ. ഫുഡിൻ്റെ കാര്യം പറയണ്ട, വയ്യാണ്ടായ കുട്ടികൾ പിന്നെ അത് കഴിക്കില്ലല്ലോ. അതിൻ്റെ കൂടുതൽ ഇവനാണിച്ചെങ്കിൽ തീരും കഴിക്കാത്തതുകൊണ്ട് കണ്ട ഇന്നലെ മുതലാണ് ഒന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിക്കടി. ഇപ്പോൾ കൊടുക്കും വേണ്ട, ആദ്യം ഇങ്ങനെ വേണ്ട വേണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ മുഖാക്കണമൊക്കെ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് കഴിക്കണ്ടിട്ടാ. നല്ല ബുദ്ധിമുട്ടായിരുന്നു പനിയായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുമാതിരി മെലിഞ്ഞാകെ തയ്ക്കണം. കാരണം കഴിക്കാത്തതുകൊണ്ട് മരുന്ന് കുടിക്കാനും ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ച് നിർബന്ധിച്ച് കഴിപ്പിക്കും. മരുന്ന് കുടിക്കാൻ മടിയായിട്ട് അതും ഛർദ്ദിക്കലും ഭക്ഷണം ഛർദ്ദിക്കലും നല്ല ഇടങ്ങേറായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കുറച്ച് കഴിച്ചു തുടങ്ങിയിട്ട്, കംപ്ലീറ്റ്ലി പണ്ടത്തെ പോലെ ഇല്ലെങ്കിലും. അപ്പം അങ്ങനെ കഴിച്ചൊന്ന് ഉഷാറാക്കി എടുക്കണം. കുറേ ദിവസം വയ്യാണ്ടായിട്ട് പറ്റതായിക്കായിരുന്നില്ലേ. പിന്നെ നമുക്കായാലും പനി വന്നു കഴിഞ്ഞാൽ അങ്ങനെ വായക്കൊന്നും രുചി കാണില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ നിർബന്ധിക്കാൻ നിന്നില്ല കേട്ടോ. കറിയ പനി ആയതുകൊണ്ടല്ല വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞിട്ടൊക്കെ കഴിപ്പിച്ചിരുന്നേ. അങ്ങനെ അതാ ഭക്ഷണം കൊടുക്കണ വലിയ യുദ്ധമൊക്കെ കഴിഞ്ഞാൽ അതാ ഫുഡ് കഴിക്കാൻ പോയിട്ട്. അപ്പം നല്ല മോര്, ചെമ്മീൻ പരട്ടും, ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ആയിട്ട് അങ്ങനെ ഇനി ടി വി ഒക്കെ കണ്ട് സമാധാനമായിട്ടിരുന്ന് കുറച്ചൊരു ഫുഡ് കഴിക്കട്ടെ. അപ്പം ഞാൻ അവനെ കൊണ്ടുപോയി ഉറക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഭക്ഷണമൊക്കെ ആയിരിക്കണേ. ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ ടി വി കണ്ട് തിന്നാൻ തോന്നും. ഇങ്ങനെ ചടപടേ അവന് ഉണ്ടെങ്കിൽ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് പിന്നെ അവനെ ഉറക്കാണ്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വേഗം കഴിച്ചിട്ട് ഓടേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു അവന് സമാധാനത്തിൽ ഉറക്കിയിട്ട് നമുക്കിരുന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ. ഇനിയിപ്പോൾ ടി വി ഒക്കെ ഉണ്ട് കുറച്ച് നേരം സമാധാനത്തിലിരുന്ന് കഴിക്കാമല്ലോ, എന്നിട്ട് കുളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കട്ടെ ഫുഡ്. വൈകിട്ടൊക്കെ ആയിട്ടോ. അവനാണെങ്കിൽ നേരത്തെ ഉറങ്ങിയോണ്ട് അത്യാവശ്യം നേരത്തെ എണീച്ച്. അപ്പം ഞാൻ 4 മണിയൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് വന്നതാട്ടോ. നോക്കുമ്പോൾ വെളിച്ചമുണ്ട്, നല്ല ക്ലൈമറ്റും അല്ലേ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിരുന്നില്ല ഉച്ചയ്ക്ക് പുറത്തേക്ക് ഇറക്കാമെന്നൊക്കെ. അപ്പോൾ അവനെയും അപ്പുറത്തെ അവൻ്റെ ഫ്രണ്ടിൻ്റെ ലാദു അവനെയും കണ്ടിട്ട് കുറേ ദിവസമായിട്ട് ഇന്നലെ ഈ വീഡിയോ എടുക്കണതിൻ്റെ തലേദിവസം അവനെ കണ്ടിട്ടുള്ളൂ. വയ്യാത്തോട് പുറത്തിറങ്ങിയില്ല. അപ്പോൾ രണ്ടാളും കൂടി കളിക്കാറുണ്ട്. ഇങ്ങോട്ട് ഹാപ്പി എന്തുണ്ട്? ഒന്നുമില്ല, കളിക്കും. അങ്ങനെ അറിയില്ലടാ എനിക്ക്. അയ്യോ ഗുഡ് ഗുഡ്. ബുക്കാലുണ്ടാ. ഏ നല്ല ഹാപ്പി ആയിട്ട് മൂപ്പരോളം. അവനക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് ഇറക്കിയിട്ട് വൈകിട്ട് ഞാൻ ഇറക്കുമല്ലോ. എന്നിട്ട് ഇങ്ങനെ ക്വാറന്റൈൻ പോലെ ഇങ്ങനെ അടച്ചിട്ടിരുന്നപ്പോഴേ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾക്കേ. അപ്പം മറ്റേയാളെയും അവനെയും കൂടി കിട്ടിയപ്പോൾ ഹാപ്പി ആക്കണം. രണ്ടാളും കൂടി നല്ല ബോൾ കളിയില്ല. വെളിച്ചുണ്ടല്ലോ, ചെറിയ കാറ്റൊക്കെ ആയിട്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഓവർ തണുവില്ല, ചൂട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനും കുഴപ്പമൊന്നുമില്ല. അവർ രണ്ടാളും കൂടി നല്ല കളിയിലാണ്. വീഴൂട്ടാ ബേബിനെ. ബേബിനെ ആൺകുട്ടി ബേബി. നല്ല സൺസെറ്റ്. വാവ്. അയ്യോ
നടക്ക് നടക്ക് എഞ്ചിക്ക് 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 കൈ പിടിക്ക് കൈ പിടിക്ക് കൈ പിടിക്ക് കൈ പിടിക്കുവോ അമ്മയുടെ ഇങ്ങോട്ട് 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 ഈ സൈഡിൽ കൂടെ കൈ പിടിക്ക്. നല്ല സൺസെറ്റൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ നടന്നു പോയല്ലേ. അപ്പം എൻ്റെ വീഡിയോയിൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ട് എൻ്റെ കസിനില്ലേ, അവൾ പ്രസവിച്ചിട്ട് ഇപ്പം 3 ദിവസത്തിന് മേലായി. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ വയ്യാണ്ടൊക്കെ ഇരിക്കണോണ്ട് കുഞ്ഞില്ല. അപ്പം നമ്മൾ പിന്നെ കുഞ്ഞിനെ കാണാൻ പോയില്ല വയ്യാണ്ടിരിക്കണോണ്ട്. അപ്പം ഇന്നലെയാണ് ഇപ്പം എല്ലാവർക്കും ഓക്കെ ആയത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് പോവാ വിചാരിച്ചു. അപ്പം ഇന്നലെ അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്ത് ഇപ്പം ഇന്നിതാ അവളെ കാണാൻ പോവാണ്. ഇന്നാണ് അയവ് പുറത്തിറങ്ങിയേക്കുന്നത്. നല്ല രസം കിട്ടി. ഏകദേശം 5 മണിയൊക്കെ ടൈമായിട്ട് നല്ല സൺസെറ്റിൻ്റെ ഇത് കാണാനുണ്ട്. അപ്പം അങ്ങനെ അവളെ പോട്ടെ, അവളെ കാണാൻ പോട്ടെ. ഏകദേശം ഒരു 5 ആയിക്കാൻ ഞങ്ങൾ ഇറങ്ങിയേക്കണിട്ട് ഇരുട്ടായി വരുന്നുള്ളൂ. നല്ല ക്ലൈമറ്റും ആകാശം നോക്ക് നല്ല രസമുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടന്ന കേട്ടോ. അവൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് കൈ പിടിച്ചില്ലെങ്കിൽ ഓടി. അപ്പോൾ പേടിയാണ്. അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുക. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് കണ്ട ഈ ഇതിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, പച്ചൊക്കെ കാണുന്നേ ആ ബിൽഡിംഗ് ഉണ്ട്. ഇത്ര ഉള്ളൂ നടക്കാൻ, നടന്ന് പോവാനുള്ള ദൂരമുള്ളൂ കേട്ടോ അവളോടക്ക്. അപ്പം അങ്ങനെ ഞാനും അയ്യപ്പും കൂടി നടന്ന് പോവാണ്. മെല്ലെ മെല്ലെ മെല്ലെ. ലേറ്റില്ലേ? നമ്മളതിന് ഈ സമയത്ത് വന്നിട്ടില്ലല്ലോ, ഇപ്പോഴും രാത്രിയില് വരാറ്. അതാണ് ഇത്ര ലേറ്റ് ഉണ്ടായിക്കണല്ലേ. അല്ലടാ കയ്യുണ്ട്, കുഞ്ഞി കയ്യില്. മെല്ലെ 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 കുഞ്ഞി. അയ്യോ കവളുമ്പോ മാത്രമേ തൊടാൻ പാടുള്ളൂ. അയ്യോ എന്ത് കാറ്റ് നിക്കാക്ക. അയ്യോ നാളെ വേണ്ടി കാക്കൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചോക്ക്. അവിടെ ഇല്ലടാ അങ്ങനെ കയ്യുമ പിടിച്ചോക്ക്, കയ്യുമ പിടിച്ചോക്ക്, കയ്യുമ പിടിച്ചോക്ക് ഇങ്ങനെ. അയ്യോ ഈ കയ്യും അവനെ ബേബിനെ കണ്ടിട്ട് എന്തൊക്കെയാ അത്ഭുതം, നാണം, എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നിട്ടാ. അവിടെ തൊട്ടൊക്കെ ഇവിടെ തൊട്ടൊക്കെ ചെറുതിനെ കണ്ടിട്ട് നല്ല ഹാപ്പി ആയിരുന്നു. മൂപ്പരാൾ കുറേ എന്തൊക്കെയാ അവിടെ തൊട്ടൊക്കെ ഇവിടെ തൊട്ടൊക്കെ കെട്ടിപ്പിടിക്കുക. കുറച്ച് നേരമൊക്കെ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ജോണി എന്തൊക്കെയോ പാടി കൊടുത്തിരുന്നിട്ടാ. എന്നിട്ട് പിന്നെ അങ്ങനെ വീട്ടിൽ പോവുക ചെയ്തത്. കുറേ ദിവസം ഇങ്ങനെ കാണണം വിചാരിച്ചിട്ട് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ പോകാണ്ടിരുന്നതാ. പിന്നെ ഒന്ന് കുറഞ്ഞപ്പോൾ അങ്ങനെ പോയി. അവന് നല്ല ഹാപ്പിയായി എന്തായാലും. പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നടന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടാ. ഇതാ തിരുമ്പാനുള്ള പണികളാട്ടാ. അപ്പോൾ ഇവൻ്റെ ഒക്കെ ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇവന് വയ്യാത്തതുകൊണ്ടൊക്കെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ തിരുമ്പാത്തതുകൊണ്ടേ കുറേ കിടക്കുന്നുണ്ട്. പിന്നെ ഇവനിക്ക് നൈറ്റ് ഡ്രസ്സ് 2-3 ഉണ്ട്. ഇപ്പോൾ തണവായതുകൊണ്ട് കുറച്ച് ക്ലൈമറ്റ് മാറിയതുകൊണ്ട് തന്നെ അതാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ തിരുമ്പി കറക്റ്റ് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങില്ലല്ലോ, ക്ലൈമറ്റ് മാറില്ല. മറ്റേത് ഇട്ട 2 മണിക്കൂറാകുമ്പോഴത്തേനും ഉണങ്ങി കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ ഞാനൊക്കെ തിരുമ്പിയിട്ട് ഇങ്ങനെ മേലെ കൊണ്ടുള്ള പ്ലാൻ നോക്ക്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ ശേഷം എൻ്റെ ഫേവറേറ്റ് പരിപാടി തിരിച്ചു വന്നിട്ട് ഐഡിയ സ്റ്റാർസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശനി ഞായർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനത് കാണാതിരിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതാ പണിയൊക്കെ കഴിഞ്ഞിട്ട് അത് കാണാതിരിക്കട്ടോ. ഇത് എൻ്റെ ഫേവറേറ്റ് സിംഗറായിട്ട് ഇത് ഇവനും പാടിനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ കുറച്ച് നേരം കണ്ടിരിക്കണം. പിന്നെ രാത്രി ഫുഡ് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയണേ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻസൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങനത്തെ വീഡിയോ ഒരാൾ പ്രാങ്കൊക്കെ ചെയ്യാൻ, പ്രാങ്ക് അങ്ങനെ സക്സസ്ഫുള്ളായി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം. ബൈ, സീ യു.